വെൽക്കം ബാക്ക് ടു ഹൗസ് വാമിംഗ് വ്ളോഗ്. ജൂലൈ 11-നാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ താമസം തുടങ്ങിയത്. പുലർച്ചെ 4:30 ആയപ്പോൾ ഗണപതി ഹോമം ആരംഭിച്ചു. ഗണപതി ഹോമത്തിന് ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുറമേ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഹൗസ് വാമിങ്ങിൻ്റെ ഫോട്ടോസും മിനി വ്ളോഗും കണ്ടപ്പം എല്ലാവരും കരുതിയത് ഞാൻ കൊച്ചിയിൽ തന്നെ വീടെടുത്ത് മാറി. എന്തുപറ്റി പെട്ടെന്ന് കൊച്ചിയിൽ വീടെടുക്കാൻ കാരണം എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറേ മെസ്സേജസൊക്കെ വന്നായിരുന്നു. ആക്ച്വലി കൊച്ചിയിലല്ല മാറിയത്, കോഴിക്കോടാണ്. പിന്നെ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ഹൗസ് വാമിങ് എന്ന് മാത്രമായിരുന്നു, അല്ലാതെ വീടെടുത്തിട്ട് ഒരു 3.5 വർഷമായി കേട്ടോ. ഈ വീടിനൊരു സ്പെഷ്യാലിറ്റിയും കൂടെ എനിക്കുള്ളത് മെയിനായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്കാണ് ഈ വീട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു വീടെന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, എൻ്റെ പാരൻസ് കൊച്ചിയിലാണ്, ഞാൻ ബാംഗ്ലൂരാണ്. അപ്പം ഞങ്ങളിവിടെ വീട് എടുത്തിട്ടിട്ട് റെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇവർ ഇവിടുന്ന് മാറിപ്പോവുകയാണ് എന്ന് പറഞ്ഞപ്പം അപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്, എന്നാൽ നമുക്ക് തന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്താലോ കൊച്ചിയിൽ നിന്നുള്ളത്. അതാണെങ്കിൽ ജസ്റ്റ് ഫോണിൽ കൂടെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് നോക്കിക്കൂടാന്ന് തോന്നി. എൻഗേജ്മെൻ്റ് ആണെങ്കിൽ June 8-നായിരുന്നു കേട്ടോ. ആ ടൈമിലൊന്നും ഈ ഒരു കാര്യം മൈൻഡിലേ ഇല്ലായിരുന്നു. ഒരു June 20 ആകുമ്പോഴേക്കാണ് ഷിഫ്റ്റ് ആവുന്ന കാര്യമൊക്കെ കൺഫേം ആയതും. ഞങ്ങൾ പാലുകാച്ചലിന് ഒരു മുഹൂർത്തം നോക്കിയപ്പം ജൂലൈ 11-നായി. അപ്പോൾ അത് പെട്ടെന്നായി. ഞങ്ങൾക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോലും അധികം ടൈം കിട്ടാത്ത പോലെ തോന്നി. ഞാൻ മെയ് ലാസ്റ്റാണ് കേട്ടോ കൊച്ചിയിലൊക്കെ വന്നിട്ട് പോയത്. ആ സമയത്ത് പോലും പിന്നെ ഞാൻ കൊച്ചിയിലേക്കില്ല എന്ന് പോലും എനിക്കൊരു തോന്നലും ഉണ്ടായിട്ടില്ല. പിന്നെ ഹൗസ് വാമിങ് നേരെ കോഴിക്കോടേക്കാട്ടോ വന്നത്. ഞാൻ കോഴിക്കോടിനേക്കാളും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് കൊച്ചിയാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം കൊച്ചിയിൽ നിന്ന് മൊത്തത്തിൽ പോകുന്നത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മെയിൽ തന്നെ ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്കവിടെ കുറേ ടെമ്പിൾസ് ഉണ്ടായിരുന്നു പോകാനും. പിന്നെ എൻ്റെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ക്വീൻസ് വാക്ക് വേ, പിന്നെ അബ്ദുൽ കലാം മാർഗിൻ്റെ ആ ഒരു കായൽ വ്യൂ എനിക്ക് എൻ്റെ ഫേവറേറ്റ്സ് ആണ്. എനിക്കതൊന്നും ഇനി ഒരു വിസിറ്റർ മാതിരിയല്ലേ ഉള്ളൂ. എനിക്ക് ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയി കാണാൻ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാതെ കൊച്ചിക്കാരി വീണ്ടും കോഴിക്കോടുകാരിയായി. കുറച്ച് മാസങ്ങൾ കൂടെ അങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടകക്കാരിയായി എന്ന് തന്നെ പറയണം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ കർണാടകക്കാരനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വ്ളോഗ് ഞാൻ വേറെ ഇടുന്നതായിരിക്കും. എല്ലാ ഡിസിഷൻസും പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾ വീടങ്ങനെ റെനോവേറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല. ജസ്റ്റ് ഞങ്ങൾ വീട് ക്ലീൻ ചെയ്തു, സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തു, കൊച്ചിയിൽ നിന്ന് വീട്ടിൽ താമസിക്കുക, ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. റിലേറ്റീവ്സിനെ ഇൻഫോം ചെയ്യുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 days മുമ്പെങ്ങാനാണ് ജസ്റ്റ് ഇൻഫോം ചെയ്ത്. അവരെല്ലാവരും വിളിച്ച് തന്നെ ഒരു 2 ദിവസം മുമ്പെയാണ് വിളിച്ചിട്ട്. അത് എല്ലാവരും വിളിക്കാനും പറ്റിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് ക്ലോസ് റിലേറ്റീവ്സ് ആയവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, കൂടുതൽ പേരൊന്നും വിളിച്ചിട്ടില്ല. ഹൗസ് വാമിങ് സഡൻ ആയതുപോലെ തന്നെയായിരുന്നു എൻഗേജ്മെൻറ്റ് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒന്നേ അല്ലായിരുന്നു. ഡയറക്റ്റ് മാരേജ് എന്നൊരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഫാമിലീസ് മീറ്റ് ചെയ്യുക ബാംഗ്ലൂർ എന്നുള്ളത് പിന്നെ ഡിസ്കസ് ചെയ്ത് വന്ന സമയത്ത് അത് എൻഗേജ്മെൻ്റ് ആയി മാറി. അത് വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ ചടങ്ങായിരുന്നു. എൻഗേജ്മെൻറ്റ് സിമ്പിളായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തതുമാതിരി തന്നെ കല്യാണമാണെങ്കിലും സിമ്പിളായിട്ട് വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ ചടങ്ങായി നടത്താനാണ് എൻ്റെ ആഗ്രഹം. ചെറുതാകുമ്പം തൊട്ട് കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ വെക്കുമ്പം എന്നോട് എപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട്. എൻ്റെ അമ്മയാണെങ്കിലും അമ്മമ്മയാണെങ്കിലും കുന്നോളം ആഗ്രഹിച്ചാൽ കുരുവോളം കിട്ടുന്നു. അങ്ങനെ കുന്നോളമൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. കോഴിക്കോട് ഒരു വീടെടുത്ത് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ശുഭമായിട്ടെല്ലാം നടന്നു. നിങ്ങൾക്കറിയാലോ, യൂഷ്വലി എൻ്റെ യൂട്യൂബ് വീഡിയോസിലൊന്നും എൻ്റെ അമ്മയും പപ്പയും ആരാണെങ്കിലും അങ്ങനെ നിൽക്കാത്ത ആൾക്കാരാണ്. പക്ഷേ ഇപ്രാവശ്യം എടുക്കണ്ടെന്ന് ഒന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഫുൾ അങ്ങോട്ട് കവർ ചെയ്തു ഞാൻ. ഞങ്ങൾക്ക് പാലുകാച്ചലിന് മുഹൂർത്തം തന്നിരുന്നത് രാവിലെ 6-ൻ്റെയും 7:30-ൻ്റെയും ഇടയ്ക്ക് എന്നായിരുന്നു. അപ്പം ഒരു 6:15 ഞങ്ങൾ പാലൊക്കെ കാച്ചി. എൻ്റെ അമ്മ തന്നെയാണ് പാല് കാച്ചിയത്. അമ്മേൻ്റെ തൊട്ടടുത്തുള്ളത് അമ്മമ്മയും അമ്മമ്മയുടെ അനിയത്തിയുമാണ്. ആദ്യം പറയേണ്ട കാര്യം ഞാൻ വിട്ടുപോയി. വീടിൻ്റെ പേര് അനുരാഗം എന്നാണ്. വീടിൻ്റെ പേരിന് എൻ്റെ പേരുമായിട്ട് സിമിലാരിറ്റി തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. ഞങ്ങളുടെ പേരിൻ്റെ
അമ്മയുടെയും പപ്പയുടെയും എല്ലാവരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ നോക്കിയിട്ട് എടുത്ത പേരാണ് അനുരാഗ് എന്നുള്ളത്. ഞങ്ങൾ പിന്നെ ലഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ബാൽക്കണി കം ടെറസിലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ടെറസിലേക്ക് ആക്കിയത്. അങ്ങനെ അടിപൊളി സദ്യയൊക്കെ ഞങ്ങൾ കഴിച്ചു. എല്ലാവർക്കും സദ്യയിൽ ഫേവറേറ്റ് ഓരോരോ ഐറ്റം ഒക്കെ ഉണ്ടാവും കേട്ടോ. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും പായസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സദ്യ എനിക്കൊരു ഇമ്പോർട്ടൻ്റേ ആയിട്ടുള്ള കാര്യമില്ല. എൻ്റെ കണ്ണ് മൊത്തം പായസത്തിലാണ്. മധുരമുള്ള പായസം പോലെ തന്നെ ഇനിയും മധുരമുള്ള വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരാൻ പറ്റട്ടെ. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.